ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വളരെ സൂക്ഷ്മമായിരിക്കുന്ന ഒരു വിത്തിൽ നിന്ന് വളരെ സ്ഥൂലമായിരിക്കുന്ന ഒരു ആൽവൃക്ഷമുണ്ടാക്കുന്നു. അതുപോലെ യാതൊരു ഈശ്വരനിൽ നിന്ന് ഈ ആശ്ചര്യകരമായ പ്രപഞ്ചമെല്ലാം വെളിപ്പെട്ടുവോ അവൻ തന്നെ ബ്രഹ്മാവും, അവൻ തന്നെ വിഷ്ണുവും, അവൻ തന്നെ ശിവനും, അവൻ തന്നെ പരമാത്മാവും എന്നുവേണ്ട അവൻ തന്നെ സർവവും ആകുന്നു. തെറ്റായ അറിവ് ഭേദബുദ്ധി സൃഷ്ടിക്കുന്നു. അതിൻ്റെ ഫലമായി മാത്സര്യങ്ങളും ഉച്ചനീചഭാവങ്ങളും ഉണ്ടാവുകയും അത് കലഹത്തിനു വഴി തെളിക്കുകയും ചെയ്യുന്നു. അവരെ ഉദ്ധരിക്കുവാൻ സിദ്ധിയും വിശുദ്ധിയും സ്നേഹവുമുള്ള ഗുരുക്കന്മാർക്കേ കഴിയൂ. ബുദ്ധനും ക്രിസ്തുവും നബിയും വിജയിച്ചത് അവിടെയാണ്. മനുഷ്യരെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നതു സുഖത്തെയാണ്. ലൗകികമായും വൈദികമായും നടത്തപ്പെടുന്ന എല്ലാ സഭകളുടെയും പരമാവധിയും ഇതുതന്നെ. ഈശ്വരാരാധനയുടെ പേരിൽ അധമമാർഗങ്ങൾ അവലംബിക്കരുത്. ഇവർക്കു ഇഹപരങ്ങളിലും നിത്യോപദ്രവമല്ലാതെ സുഖത്തിൻ്റെ ലവലേശം പോലും ഒരുനാളും ഉണ്ടാകുന്നതല്ല. നമസ്തേ. ശ്രീനാരായണ സൂക്തങ്ങൾ.